ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസും അതേപോലെ തന്നെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് കുറച്ച് ലിമിറ്റിൻ്റെ പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -5 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 20 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. അപ്പോൾ നമുക്ക് ലിമിറ്റിൻ്റെ ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും നമ്മളിവിടെ എക്സ് ഏതിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്? -5ലേക്കാണ്. അപ്പോൾ എക്സ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഏത് വാല്യൂ കൊടുക്കുക? -5 എന്നുള്ള വാല്യൂ കൊടുത്ത് നോക്കിയിട്ട് ഡിനോമിനേറ്ററിൽ അഥവാ 0 വരികയാണെങ്കിൽ അല്ലെങ്കിൽ 0/0 ഫോം വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടൊന്ന് ആലോചിച്ച് വെക്കുക. അതായത് ലിമിറ്റിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ ഏതാണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ എക്സിന് ഇവിടെ -5 ആണുള്ളത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ഏത് ഫോമിലാണുള്ളത് നോക്കുക. 0/0 അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 0 വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് -5 കൊടുക്കുക. എക്സിന് -5 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈക്വൽ ടു -5 സ്ക്വയർ പ്ലസ് -5 മൈനസ് 20 ഹോൾ ഡിവൈഡഡ് ബൈ -5 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു -5 പ്ലസ് 5. ഓക്കെ, ഈക്വൽ ടു -5 സ്ക്വയർ എന്ന് പറയുന്നത് 25 -5 മൈനസ് 20 ഡിവൈഡഡ് ബൈ 25 മൈനസ് 30 പ്ലസ് 5. ഓക്കെ, 25 മൈനസ് 5 20, 20 മൈനസ് 20 0. ഇവിടെ അതേപോലെ തന്നെ 25 പ്ലസ് 5 30, 30 മൈനസ് 30 എന്ത് വരും? 0 ആണ് വരിക. അപ്പോൾ 0/0 ഫോമിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക? എക്സിന് -5 കൊടുക്കുക. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. എങ്ങനെയായിരുന്നു ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഈ ഒരു ഇത് അതായത് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5ന് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ 5ൻ്റെ ഫാക്ടേഴ്സ് നോക്കുക. 5 എങ്ങനെയാണ്? 1ഉം 5ഉം അല്ലെങ്കിൽ 5ഉം 1ഉം ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 വരണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഏതാണ്? 1ഉം 5ഉം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5 ആണ് എന്ത് വരിക? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5 ആണ് നമ്മൾ ഡിനോമിനേറ്റർ. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 വരിക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അതായത് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് എക്സ് പ്ലസ് 5. അപ്പോൾ എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 ആണ് വരിക. ഫാക്ടറൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഫാക്ടറൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. അതേപോലെ തന്നെ നമുക്ക് മേലത്തെ അതായത് ന്യൂമറേറ്ററിൽ എന്താ കേസ് നോക്കുക. ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 20. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 20 ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -20ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1ഉം വരണം. അങ്ങനെ ഏതാ നമ്പർ ഉള്ളത്? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1. ഓക്കെ, അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 5ഉം -4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 5ഉം -4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 20 ആണ് വരിക. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നത് എന്താണ്? എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 4 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം എങ്ങനെ മാറി കിട്ടും? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -5 ന്യൂമറേറ്റർ എന്തായിട്ട് മാറും? എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5. അപ്പോൾ നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ രണ്ടും സെയിം ടേം ആണ്. എക്സ് പ്ലസ് 5ഉം സെയിം ടേം ആണ്. അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവാം. അപ്പോൾ ബാക്കി എന്ത് വരും?
ലിമിറ്റ് എക്സ് ടെൻസ് ടു -5 എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. അപ്പോൾ എക്സിന് ഇനി എന്ത് കൊടുത്ത് നോക്കുക, -5 കൊടുക്കുക. അപ്പോൾ -5 - 4 ഡിവൈഡഡ് ബൈ -5 പ്ലസ് 1. -5 - 4 എന്ന് പറയുന്നത് -9. സെയിം നമ്പർ ആകുമ്പോൾ ആഡ് ചെയ്യുക, അതേ സൈൻ കൊടുക്കുക. -9 ഡിവൈഡഡ് ബൈ -5 പ്ലസ് 4 എന്ത് വരും, -4. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എന്താണ് വരിക, ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 9/4 ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയരുത്. നമ്മൾ എന്ത് ചെയ്ത് നോക്കുക, മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, എക്സിന് വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 9/4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ f of x equal to root x is continuous at any non-negative real number x0. ഇത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 f of x എക്സിസ്റ്റ് ചെയ്യണം. എക്സിസ്റ്റ് ചെയ്താലും പോരാ, അത് ഏതിനോട് ഈക്വൽ ആയിരിക്കണം, f of x0നോട് ഈക്വൽ ആയിരിക്കണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യാം, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് ഏതിനോട് ഈക്വൽ ആയിരിക്കണം, എഫ് ഓഫ് x0നോട് ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുക അസ്യൂം ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അസ്യൂം ചെയ്യുക, അത് L ആണെന്ന് എടുക്കുക. അസ്യൂം ദാറ്റ് L is equal to ലിമിറ്റ് x tends to x0 root x. ഓക്കെ, അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേതാണ്, L ആണെന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ നമുക്കറിയാം L² എന്ന് പറയുന്നത് എന്താണ്, L ഇൻറ്റു L ആണ്. ഇത് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് x ടെൻസ് ടു x0 റൂട്ട് x ഇൻറ്റു ലിമിറ്റ് x ടെൻസ് ടു x0 റൂട്ട് x. നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ്, അതായത് ലിമിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഒരു ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. അതായത് ലിമിറ്റ് x ടെൻസ് ടു x0 റൂട്ട് x ഇൻറ്റു റൂട്ട് x അങ്ങനെ നമുക്ക് മാറ്റി എഴുതിക്കൂടെ. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം, ലിമിറ്റ് x ടെൻസ് ടു x0 റൂട്ട് x ഇൻറ്റു റൂട്ട് x എന്ന് പറയുമ്പോൾ എന്താ വരിക, x വരും. ഓക്കെ, ഇവിടെ x നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു x0, x എന്താ വരിക, x0 തന്നെയാണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു x0. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ലെഫ്റ്റ് സൈഡിൽ എന്താണുള്ളത്, L² ആണുള്ളത്. L² ആണ് നമുക്കിപ്പോൾ എന്താണെന്ന് കിട്ടിയത്, x0 ആണെന്ന് കിട്ടിയത്. ദാറ്റ് ഈസ് L² ഇസ് ഈക്വൽ ടു x0. L² x0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, L ഈക്വൽ ടു റൂട്ട് x0. റൂട്ട് x0 എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് x0 ആണ്. അതായത് എഫ് ഓഫ് x ആണ് റൂട്ട് x വന്നിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് x0 എന്ത് വരും, റൂട്ട് x0. L നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തത്, വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് x ടെൻസ് ടു x0 എഫ് ഓഫ് x ഈക്വൽ ടു എഫ് ഓഫ് x0. ഇതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്, ലിമിറ്റ് x ടെൻസ് ടു x0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് x0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷൻ എഫ് ഓഫ് x എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇവിടെ എഫ് ഓഫ് x എന്താണ് തന്നിരിക്കുന്നത്, റൂട്ട് x ആണ്. അപ്പോൾ അതെന്താണെന്ന് കിട്ടി, കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റൂട്ട് x ഓൾറെഡി കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ലിമിറ്റിംഗ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് x ടെൻസ് ടു 4 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് x. എക്സിന് 4 കൊടുക്കുക, ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് 4. 2 ഇൻറ്റു 4 8 ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. ഇസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ -1. അതായത് നമ്മൾ ആൻസർ എന്താ വരിക, -8 ആണ് ഫസ്റ്റ് തന്നെ ആൻസർ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും ലിമിറ്റ് x ടെൻസ് ടു 0 ആണ്. ഇവിടെ എന്ത് വരും, 2 ഇൻറ്റു 0² മൈനസ് 0
ഡിവൈഡഡ് ബൈ 0. അപ്പോൾ നമുക്ക് ഏത് ഫോമിൽ കിട്ടി? 0/0. അപ്പോൾ നമ്മൾ വീണ്ടും നോക്കുക, ഇതിനെന്ത് ചെയ്യണം? മാക്സിമം സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, മാക്സിമം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട്. ഇതിൻ്റെ അകത്ത് നിന്നൊരു റൂട്ട് എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൽ നിന്ന് ഒരു റൂട്ട് എക്സ് പുറത്തേക്ക് എടുക്കുക. റൂട്ട് എക്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 2x റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ്. ഓക്കെ, ഇത് അഥവാ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ, അതായത് റൂട്ട് എക്സ് പുറത്തേക്ക് എടുക്കുന്നത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അതായത് 2x ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ത് വരും? 2x². അതാണ് ഇവിടെ വന്ന 2x². പിന്നെ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്, അതാണ് എന്ത്? എക്സ് വന്നിരിക്കുന്നത്, ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ്. ഇവിടെ റൂട്ട് എക്സും കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ബാക്കിയുള്ളത് 2x റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ്, 2x ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ്. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ ബാക്കിയില്ല. അപ്പോൾ 0, എക്സിന് 0 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 0, 0, 0 മൈനസ് 0. ഇതിൻ്റെ ആൻസർ എന്ത് വരും? 0 ആണ് നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. സെയിം പ്രൊസീജിയർ ആണ് വരുന്നത് എല്ലാത്തിൻ്റെ. ഇവിടെ ഏതാണോ വാല്യൂ ഉള്ളത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താണ്? ഡിനോമിനേറ്ററിൽ 0 അല്ലെങ്കിൽ 0/0 ഫോം ഒക്കെ വരികയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. സിംപ്ലിഫൈ ചെയ്യുക, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 3 കൊടുക്കുക. അപ്പോൾ 8 ഇൻറ്റു 3² ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് 3 is equal to 8 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് 3. 72 ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് 3 ആണ് എന്ത് വരിക? ഇതിൻ്റെ ആൻസർ വരിക. ഇതിൽ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത് കറക്റ്റ് ഫോമിൽ തന്നെയാണുള്ളത്. ഡിനോമിനേറ്ററിലൊന്നും 0 ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 mod x by x exist justify? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് mod x by x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത് ജസ്റ്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് mod xന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. mod x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് വാല്യൂസ് വരികയാണെങ്കിൽ അത് തന്നെ എക്സ് തന്നെ വരും. നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്, അതായത് പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും അത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ പ്രകാരം mod x എന്ന് പറയുന്നത് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇഫ് മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് mod x by x ആണ്. അപ്പോൾ mod x by x എന്ത് വരും? ഇവിടെ x by x എന്ന് പറയുന്നത് 1 ആണ് വരിക. 0 ഡിവിഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 മാത്രമേ വരുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ മൈനസ് എക്സ് ബൈ എക്സ് എന്ത് വന്നു? -1. എപ്പം എക്സ് ലെസ് ദാൻ 0. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 0ൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഇനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ ബൈ ഡെഫിനിഷൻ mod x by x എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂസിന് 1ഉം നെഗറ്റീവ് വാല്യൂസിന് എന്താണ്? -1ഉം ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക. 0ൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പോസിറ്റീവ് വാല്യൂസിന് 1ഉം നെഗറ്റീവ് വാല്യൂസിന് -1ഉം. ഇപ്പോൾ 0ൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ 0ൽ രണ്ട് സ്ഥലത്ത് എന്ത് കൊടുക്കുക? ഹോൾ കൊടുക്കുക. പോസിറ്റീവ് വാല്യൂസ് വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്. നെഗറ്റീവ് വാല്യൂസിൻ്റെ കേസിൽ -1 ആണ്. ഏതിൻ്റെ വാല്യൂ? mod x by xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ് നെഗറ്റീവ് വാല്യൂസിൽ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ -1 വരും, ഇവിടെ 1. ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് mod x by x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
സീറോയിൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ സീറോ എന്ന് പറയുമ്പോൾ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഏതിലേക്കാണ് പോകുന്നത്? -1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. റൈറ്റിൽ നിന്ന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ വാല്യൂ ഏതിലേക്കാണ് പോകുന്നത്? 1ലേക്കാണ്. അപ്പം ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ -1ലേക്കും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 1ലേക്കും രണ്ട് ഡിഫറെൻറ്റ് ലിമിറ്റാണ് വരുന്നത്. ഇപ്പോൾ സീറോയിൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പോയി എന്തല്ല? ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാരണം നമ്മൾ ഇങ്ങനെ വരച്ചു, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടു, വീണ്ടും ഇവിടെ ഒരു ഹോൾ വരച്ചു, എന്നിട്ട് പിന്നെയും, അതായത് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഇതെന്തല്ല? കണ്ടിന്യൂസ് അല്ല. mod x/x കണ്ടിന്യൂസ് അല്ല. ഓക്കെ. അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0, mod x/x does not exist. Okay. Thank you.